ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദിസ് വീഡിയോ. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഹാവ് ടു ബി എങ്ങനെയാണ് സെൻറ്റൻസുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്താണ് നമ്മൾ ഹാവ് ടു ബി യൂസ് ചെയ്യുക. അതും ഒബ്ജക്റ്റ് പ്ലൂറൽ ആവുന്ന സമയത്താണ് നമ്മൾ ഹാവ് ടു ബി യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഒബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്താണ് ഹാസ് ടു ബി ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾസിലൂടെ അത് മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണാം. 2 books have to be bought. ഇതിൻ്റെ മീനിങ് എന്താണ്? 2 books, 2 പുസ്തകങ്ങൾ ഹാവ് ടു ബി ബോട്ട്. ഹാവ് ടു ബി ബോട്ട് എന്ന് പറഞ്ഞാൽ വാങ്ങേണ്ടതുണ്ട് എന്നാണ് ഇതിൻ്റെ മീനിങ്. ഹാവ് ടു ബി നിങ്ങൾക്ക് ഇവിടെ കാണാം, ഹാവ് ടു ബി. ഇതൊരു പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. ഓക്കെ, പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. ഇവിടെ ബുക്സ്, 2 books എന്ന് പറയുമ്പോൾ ബുക്കുകൾ ഒന്നിൽ കൂടുതൽ എണ്ണം ഉണ്ട് അല്ലേ, പ്ലൂറലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ബുക്കായിരുന്നെങ്കിൽ ഇവിടെ ഹാസ് ആയിരുന്നു വരിക. അപ്പോൾ ഇവിടെ 2 പുസ്തകങ്ങളുണ്ട്, അതുകൊണ്ട് ഹാവ്. പിന്നെ ടു ബി. ബോട്ട് എന്ന് പറയുമ്പോൾ ബൈ എന്ന് പറയുന്ന ഒരു വെർബ് ഉണ്ടല്ലോ, എന്താണ് അതിൻ്റെ മീനിങ്? വാങ്ങുക അല്ലേ, അതിൻ്റെ V3 ഫോമാണ് ബോട്ട്. അതാണ് നമ്മൾ ഈ ടു ബിക്ക് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്തരം പാസീവ് വോയിസ് സെൻറ്റൻസുകൾ. ഇനി ഈ ഒരു സെൻറ്റൻസിനെ നമുക്ക് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റാം. അതെങ്ങനെയാണ് നോക്കാം. നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മതി. 2 books, അതായത് ഇതിൻ്റെ മീനിങ് എന്ത് വരണം? ഇപ്പോൾ ഇതിൻ്റെ മീനിങ് 2 പുസ്തകങ്ങൾ വാങ്ങേണ്ടതുണ്ട് എന്നാണ് അല്ലേ, 2 ബുക്കുകൾ വാങ്ങേണ്ടതുണ്ട് എന്നാണ്. എന്നാൽ ഇവിടെ ഇനി നമുക്ക് ഈ നെഗറ്റീവ് ആക്കുമ്പോൾ 2 പുസ്തകങ്ങൾ വാങ്ങേണ്ടതില്ല എന്ന് പറയണം. അതിനെങ്ങനെ പറയും? 2 books ഡോണ്ട്. ഹാവ് ആയതുകൊണ്ട് ഡോണ്ട് എന്ന് പറയാം. ഡു നോട്ടാണ്, അതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് ഡോണ്ട് എന്ന് പറയും. ഡോണ്ട് ഹാവ് ടു ബി ബോട്ട് എന്ന് പറയാം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്? 2 പുസ്തകങ്ങൾ വാങ്ങേണ്ടതില്ല എന്നാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് പറഞ്ഞ സെൻറ്റൻസിനെ നമുക്കൊന്ന് ക്വസ്റ്റ്യൻ ആക്കി നോക്കാം. 2 പുസ്തകങ്ങൾ വാങ്ങേണ്ടതുണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ നമ്മൾ പറയും? ഡു 2 books ഹാവ് ടു ബി ബോട്ട്. ഇങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, ഹാവ് ടു ബി ബോട്ട് എന്നിങ്ങനെ നമുക്ക് പറയാം. ഡു 2 books ഹാവ് ടു ബി ബോട്ട്. ഇതിൽ ഡു നമ്മൾ ആദ്യം പറയണം. അത് ഡൂവിലാണ് നമ്മൾ സെൻറ്റൻസ് ഈ ക്വസ്റ്റ്യൻ തുടങ്ങേണ്ടത്. അങ്ങനെയാണ് നമുക്ക് 2 പുസ്തകങ്ങൾ വാങ്ങേണ്ടതുണ്ടോ എന്നുള്ള ഒരു മീനിങ് കിട്ടുക. ഓക്കെ, ഇങ്ങനെയായിരിക്കും ആ ക്വസ്റ്റ്യൻ നമ്മൾ പറയേണ്ടത്. ഇനി നമുക്ക് നെഗറ്റീവ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് 2 പുസ്തകങ്ങൾ വാങ്ങേണ്ടതില്ലേ എന്ന് ചോദിക്കുകയാണ്. അതെങ്ങനെ ചോദിക്കുക? ഒരൊറ്റ വ്യത്യാസം വരുത്തിയാൽ മതി. ഡു എന്നുള്ളയിടത്ത് ഡോണ്ട് എന്നാക്കുക. ഡു നോട്ട് ആണ്, അതിനെ ഡോണ്ട് എന്ന് ഷോർട്ടാക്കി പറയാം. ഡോണ്ട് 2 books ഹാവ് ടു ബി ബോട്ട് എന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് ഹാവ് ടു ബി നമ്മൾ സെൻറ്റൻസുകൾ ക്വസ്റ്റ്യൻസിലാണെങ്കിലും അതുപോലെ നെഗറ്റീവിലാണെങ്കിലും യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.